എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERTയിലെ സിനോണിംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നമ്മുടെ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് പെർസ്യൂവർ. പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂസ് ചേസിങ് സംബഡി. ഓക്കെ, ഒരാളെ ചേസ് ചെയ്യുന്ന ഒരാളെയാണ് പറയാ പെർസ്യൂവർ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. പേഴ്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിയും യുവും ആറും എസും ഇ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പേഴ്സ് കണ്ടിട്ട് ഒരാളെ ചേസ് ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ, യെസ്, പേഴ്സൺ ഹൂ ഇസ് ചേസിങ് സംബഡി. ഓക്കെ, അടുത്ത് നോക്കാം പ്രൈ. പ്രൈ എന്ന് പറഞ്ഞാല് സ്ട്രോങ് പുഷിനെയാണ് നമ്മൾ പ്രൈ എന്ന് പറയാം. ഓക്കെ, പ്രൈ. അപ്പോ ക്രൈ ചെയ്യും, ഒരു സ്ട്രോങ് പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്രൈ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കാം അല്ലെ. അപ്പൊ പ്രൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്ട്രോങ് പുഷ് ആണ്. അടുത്തത് പ്രൊക്ലെയിം ആണ്. പ്രൊക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ് ഒഫീഷ്യലി അല്ലെ. ഇതൊക്കെ നമുക്ക് പലതും അറിയുന്ന വാക്കുകൾ ഉണ്ടാവും. നമ്മുടെ SCERTയിലത്തെ വേർഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ ചിലത് കേട്ടു പോവാ കേട്ടോ. പ്രൊക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യാം. പ്രാങ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പറയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. പ്ലേഫുൾ ഓർ മിസ്റ്റീവിയസ് ട്രിക്സ് ആണ്. ഓക്കെ, പ്രാങ്ക് ചെയ്യുക, പറ്റിക്കുക, മിസ്റ്റീവിയസ് ആയിട്ടുള്ള ട്രിക്സിനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുക എന്ന് പറയാ. പ്ലാസ എന്ന് പറഞ്ഞാല് സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പോട്ട്. ഓക്കെ, അപ്പോ പ്ലാസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിനെയാണ് പ്ലാസ എന്ന് പറയുന്നത്. പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ടു കണ്ടിന്യൂ ടു ഡു സംതിങ്, ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ടു കണ്ടിന്യൂ ടു ഡു സംതിങ്. ഓക്കെ, അടുത്ത് പാരലൈസ്. പാരലൈസ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രിവെന്റ് നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒന്നിനെയാണ് പാരലൈസ് അല്ലെ. പാരലൈസ് ആയിട്ട് നമ്മൾ കിടപ്പായി എന്നൊക്കെ പറയില്ലേ. അപ്പൊ പാരലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഫങ്ഷനിങ് നോർമലി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്, മിക്കവാറും നമ്മുടെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പെർജ്യൂർ. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി, അതായത് മനഃപൂർവ്വം കള്ളസത്യം പറയുക. കള്ളസത്യം പറയുന്നതിനെയാണ് എന്ത് പറയാ? പെർജ്യൂർ എന്ന് പറയാ കേട്ടോ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചേക്കുക. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി. അടുത്ത് നോക്കാം പാട്രോൾ. പാട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്ട് ഓഫ് ഗോയിങ് അറൌണ്ട് എ പ്ലേസ് ടു ചെക്ക് ദാറ്റ് ഓൾ ഇസ് സെക്യൂർ ആൻഡ് ഓർഡർലി അല്ലെ. നമ്മുടെ ഗാർഡ്സ് ഒക്കെ പാട്രോൾ ചെയ്യും എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ പാട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് എന്താ? ചുറ്റിനും നടന്ന് നോക്കുക, എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് പാട്രോൾ ചെയ്യുക അല്ലെ. പാട്രോൾ പോലീസ് ഒക്കെ ഉണ്ട്. അടുത്ത് നോക്കാം എംഫസൈസ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. എംഫസൈസ് ചെയ്യുക. അപ്പൊ ഞാൻ എംഫസൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോർഷന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ എംഫസൈസ് ചെയ്യുക, ഊന്നി പറയുക. ഓക്കെ, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി സെറീൻ എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് ആണ്. നമ്മുടെ സെറീനിയ വില്യംസിന് തന്നെ ഓർത്താൽ മതി. പക്ഷെ കാം ക്വൈറ്റ് അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കാം ആൻഡ് ക്വൈറ്റ് ആണ് സെറീൻ എന്ന് പറയുന്നത്. ആംപിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ് ഓർ മോർ ദാൻ ഇനഫ് ആണ്, ധാരാളം. ഓക്കെ, എബൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ധാരാളം എന്നുള്ളൊരു മീനിങ് ആണ് ആംപിൾ. ഓക്കെ, ആംപിൾ. ആംപിൾ എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം. അപ്പോ ഇത്രയും നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വേർഡ് എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. പെർസ്യൂവർ. പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂസ് ചേസിങ് സംബഡി, പേഴ്സണ് വേണ്ടിയിട്ട് ചേസ് ചെയ്തു അല്ലെ. ഇനി അടുത്ത പ്രൈ. പ്രൈ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പുഷ് ആണ്. ഒരു നല്ലൊരു പുഷ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ക്രൈ ചെയ്യുന്ന ഓർക്കാം. പ്രൈ എന്നുള്ളത് പഠിക്കാം. പ്രൊക്ലെയിം ചെയ്യുക, അനൗൺസ് ഒഫീഷ്യലി ആണ്. പ്രാങ്ക് ചെയ്യുക, മിസ്റ്റീവിയസ് ആയിട്ടുള്ള ട്രിക്സ് ആണ്. പ്ലാസ സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പോട്ട്. പെർസിസ്റ്റ് ചെയ്യുക, ടു കണ്ടിന്യൂ ടു ഡു സംതിങ്. പാരലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഫങ്ഷനിങ് നോർമലി. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്, തീർച്ചയായിട്ടും പഠിക്കുക. എന്താ? ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി. പാട്രോൾ ചെയ്യുക, ദ ആക്ട് ഓഫ് ഗോയിങ് അറൌണ്ട് എ പ്ലേസ് ടു ചെക്ക് ദാറ്റ് ഓൾ സെക്യൂർ ആൻഡ് ഓർഡർലി. ഓക്കെ, എംഫസൈസ് ചെയ്യുക, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെറീൻ എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് ആണ്. ആംപിൾ എന്ന് പറഞ്ഞാൽ ഇനഫ് ഓർ മോർ ദാൻ ഇനഫ്, പ്ലെന്റിഫുൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം കൺസീൽ ചെയ്യുക. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, പ്രിവെന്റ് ഫ്രം ബീങ് നോൺ, കീപ് സീക്രറ്റ്. അപ്പൊ കൺസീലർ ഒക്കെ ഉണ്ട് അല്ലെ, ഗേൾസിന് പെട്ടെന്ന് കിട്ടുമായിരിക്കും. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണാണ്ട് വെക്കുക, പ്രിവെന്റ് ചെയ്യുക. പ്രിവെന്റ് ഫ്രം ബീയിങ് നോൺ ആണ്. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ
കൈൻഡ് ആക്ട് ഓർ ഗിഫ്റ്റ് ഓർ ദ ഡൂയിങ് ഓഫ് കൈൻഡ് തിങ്സ് ഫോർ അതേഴ്സ്. വളരെ ദയാലുവായിട്ടുള്ള ബെനവലന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ആക്ട് ആണ്. ഓക്കെ, ദയാലുവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. റിക്കാൽസിട്രന്റ് ഇമ്പോർട്ടന്റ് ആണ്, PSC PYQ ആണ്. റിക്കാൽസിട്രന്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ആൻ ഒബ്സ്റ്റിനേറ്റ്ലി അൺകോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. അതായത് ഡിസൊബീഡിയൻസ് നമുക്ക് പറയാം. ഓക്കെ, റിക്കാൽസിട്രന്റ് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള, പറഞ്ഞതനുസരിക്കാണ്ട് ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ റീകാൽസിട്രന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കാം, റീകാൽസിട്രന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. റീകോൾ, നമ്മളിപ്പോ ഒരു ആളെ വീണ്ടും, റീ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലെ, വീണ്ടും കോൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അയാൾ ഡിസൊബീഡിയന്റ് ആവുമ്പോൾ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, ഡിസൊബീഡിയന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കാം, ഇമാൻസിപ്പേറ്റ്. PSC PYQ ആണ്. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഫ്രീ എസ്പെഷ്യലി ഫ്രം ലീഗൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ ആണ്. അപ്പോ ഈ മാനിനെ ഒന്ന് ഫ്രീ ആക്കൂ, ഈ മനുഷ്യനെ ഒന്ന് ഫ്രീ ആക്കൂ എന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സെറ്റ് ഫ്രീ. അടുത്ത് നോക്കാം, എഫേമറൽ. എഫേമറൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, ചെറിയ സമയത്ത് മാത്രം നിലനിൽക്കുന്ന, നമുക്ക് എന്താ പറയാ, ഒരു നിമിഷം മാത്രം നിൽക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ പറയാം കേട്ടോ. എഫേമറൽ, എഫേമറൽ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഫ് മാറൽ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. പെട്ടെന്ന് തന്നെ എഫ് മാറിയിട്ട് ജി വന്നു, പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. നമ്മളിങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ പറയുമ്പോൾ എഫിന് ശേഷം പെട്ടെന്ന് തന്നെ ജി വന്നു എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ എഫേമറൽ എന്ന് പറയുമ്പോൾ എഫ് മാറൽ എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കാം. ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ ഓർ റെസ്പെക്ട് ആസ് എ റിസൾട്ട് ഓഫ് ഡിസോണറബിൾ ആക്ഷൻ ആണ് ഡിസ്ഗ്രേസ്. ഓക്കെ, നമ്മുടെ ഒരു അഭിമാനം പോവാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഡിസ്ഗ്രേസ്. ഫീബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ഫീബിൾ എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് എസ്പെഷ്യലി ആസ് എ റിസൾട്ട് ഓഫ് ഏജ് ഓർ ഇൽനെസ്. ഫീബിൾ ആയിട്ടുള്ള, അധികം സ്ട്രെങ്ത് ഇല്ലാത്ത, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫീബിൾ. ഹൊസ്റ്റൈൽ. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹെയ്റ്റ്ഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷോയിങ് ഓർ ഫീലിംഗ് ഒപ്പോസിഷൻ ഓർ ഡിസ്ലൈക്കിനെയാണ് ഹൊസ്റ്റൈൽ എന്ന് പറയാം. നമുക്ക് ഹോസ്റ്റലായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ അല്ലെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഹോസ്റ്റലിലെ വാർഡനെയോ ഹേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഷോയിങ് ഓർ ഫീലിംഗ് ഒപ്പോസിഷൻ ഓർ ഡിസ്ലൈക്ക് ആണ്. ഇംപെർട്ടിനന്റ്. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഷോയിങ് പ്രോപ്പർ റെസ്പെക്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല, വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുക, അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഇംപെർട്ടിനന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഷോയിങ് പ്രോപ്പർ റെസ്പെക്ട് അല്ലെങ്കിൽ റൂഡായിട്ടുള്ള ബിഹേവിയർ. അടുത്ത് നോക്കാം, നപ്റ്റിയൽസ്. നപ്റ്റിയൽസ് എന്ന് പറഞ്ഞാൽ മാരേജ് സെറമണി അല്ലെങ്കിൽ വെഡിങ്ങിനെയാണ് നമ്മൾ നപ്റ്റിയൽസ് എന്ന് പറയാം കേട്ടോ. നപ്റ്റിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ ടൈൽസ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം അല്ലെ. കല്യാണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ പുതിയ ടൈലൊക്കെ ഇട്ടു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. നപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാരേജ് സെറമണി അല്ലെങ്കിൽ വെഡിങ് ആണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ് ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് ഡിസപ്രൂവൽ ഓഫ് സ്കോൾഡ് അല്ലെങ്കിൽ റിപ്രോച്ച് ആണ് കേട്ടോ. അപ്പൊ സ്കോൾഡ് ചെയ്യുക. ചൈൽഡ് എന്ന് പറയുമ്പോൾ ചൈൽഡ് എന്ന് ആലോചിക്കാം, ചൈൽഡ് കുട്ടീനെ സ്കോൾഡ് ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ് ചെയ്യുക. ഹോട്ടി. ഹോട്ടി എന്ന് പറഞ്ഞാൽ അരഗന്റ് ആണ്, വളരെ എന്താ പറയാ, റൂഡായിട്ടുള്ള, വളരെ അരഗന്റ് ബിഹേവിയർ ആയിട്ടുള്ള. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹോട്ടി എന്ന് പറയാ കേട്ടോ. അതിനെയാണ് എന്ത് പറയാ, ഹോട്ടി. ക്ലംസി എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഒക്വേർഡ് ആയിട്ടുള്ള, ഓക്കെ, ഒക്വേർഡ് ആയിട്ട് കാണുന്ന ഒന്നിനെയാണ് ക്ലംസി എന്ന് പറയാ. ഓക്കെ, എബ്സേർഡ്. എബ്സേർഡ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി അൺറീസണബിൾ അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള, ഇലോജിക്കൽ, ഇൻഅപ്രോപ്രിയേറ്റ്. റിഡിക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമുക്ക് പഠിക്കാനുണ്ട്. റിഡിക്കുലസ്. റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് ആയിട്ടുള്ള കേട്ടോ. അപ്പൊ എബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. പിന്നെ പ്രെപ്പോസ്റ്ററസ്. ഞാൻ മിക്ക ക്ലാസ്സുകളും നമ്മുടെ പറയാറുണ്ട്. പ്രെപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് അല്ലെ. ആ വാക്ക് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഞാനൊന്ന് എഴുതിയേക്കാം. പ്രെപ്പോസ്റ്ററസ്. പ്രെപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ്. അല്ലെങ്കിൽ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അബ്സേർഡ് എന്ന് പറയുമ്പോൾ സേർട്സ്, നമ്മുടെ ഇംഗ്ലീഷിൽ സേർട്സ് ഉണ്ടല്ലോ, റൂട്ട് 2 റൂട്ട് 3 എന്നൊക്കെ പറയുന്നത്. അത് അറിയില്ലെങ്കിൽ, സോറി, നമ്മുടെ മാത്സിലെ സേർട്സ് ഉണ്ടല്ലോ, റൂട്ട് 2 റൂട്ട് 3 എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് അറിയില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രപ്പോസ്റ്ററസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ പ്രപ്പോസിഷൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രപ്പോസിഷൻ അറിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫൂളിഷ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ അബ്സേർഡും പ്രപ്പോസ്റ്ററസ് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ഫൂളിഷ് അല്ലെങ്കിൽ റിഡിക്കുലസ് ആണ് കേട്ടോ. ഇല്ലോജിക്കൽ, ഇൻഅപ്രോപ്രിയേറ്റ്.
നോക്കിയേ ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കീപ് സീക്രറ്റ് ഓർ ഡൺ സീക്രറ്റീവ്ലി. ഓക്കെ, സീക്രറ്റ് ആയിട്ട് വെക്കുന്ന. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ ആലോചിക്കാം, വയറിനകത്ത് ഇങ്ങനെ ഇൻഡസ്റ്റൈൻ ഇങ്ങനെ സീക്രറ്റ് ആയിട്ട് വെച്ചേക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കീപ് സീക്രറ്റ് ഓർ ഡൺ സീക്രറ്റീവ്ലി. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ റിഫ്യൂസിങ് ടു ചേഞ്ച് യുവർ ഒപ്പീനിയൻസ് വെൻ എവർ യു ടു ഡു സോ. അതായത് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ മാറ്റാണ്ടിരിക്കുക. നമ്മൾ പറയില്ലേ, ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുക, മാറ്റുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായമുള്ള ഒരാളെയാണ് ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ എന്നൊക്കെ പറയും അല്ലെ. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. ഓക്കെ. നിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ക്ലി, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അതിന്റെ ആ വേർഡും കൂടെ പഠിച്ചേക്കുക, എജൈൽ. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് മൂവ് ചെയ്യുന്ന. നമുക്ക് വേണമെങ്കിൽ ജയിൽ എന്ന് ഓർക്കാം. ഈ ജയില് ചാടാന്നൊക്കെ പറയുമ്പോൾ വളരെ ക്വിക്കായിട്ട് മൂവ് ചെയ്തു എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ PSC വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ക്വിക്കായിട്ടുള്ള, ക്വിക്ക്ലി. അതേ മീനിങ് ആണ് നിമ്പിൾ. നിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ. ഹേസ്റ്റി, ഫാസ്റ്റ് എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മട്ടർ. മട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സേ സംതിങ് ഇൻ എ ലോ ഓർ ബെയർലി ഓഡിബിൾ വോയിസ് ആണ്. ഇങ്ങനെ പിറുപിറുക്കുക എന്നൊക്കെ പറയാം. മട്ടർ ചെയ്യുക അല്ലെ. മർമർ ചെയ്യുക, മട്ടർ ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ മട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ മട്ടൺ എന്ന് ആലോചിക്കാം. ഈ മട്ടൺ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പിറുപിറുത്തു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സേ സംതിങ് ഇൻ എ ലോ ഓഡിബിൾ വോയിസ് ആണ്. അതിനെയാണ് മട്ടർ എന്ന് പറയുക. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു 40+ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഐ മീൻ സിനണിംസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളൊരു 30, അങ്ങനെ ഒരു 70 സിനണിംസോളം നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് വേഗം ഡിസ്കസ് ചെയ്തു. ചെറിയ സമയം കൊണ്ട് തന്നെ കവർ ചെയ്തു എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ, മറക്കണ്ട. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വേഗം കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.